വിശുദ്ധ റമളാൻ നമുക്കെന്തിനാണ് അള്ളാഹു നൽകിയത്? എന്താണ് റമളാനിൻ്റെ പ്രത്യേകത? റമളാനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് പറയുന്നത്. റമളാനിൻ്റെ മഹത്വം 2 വിഭാഗത്തിനാണ് മനസ്സിലാവുക. ഒന്ന് മരിച്ച ആൾക്ക് മനസ്സിലാവും, ഖബറിലെത്തിയതിന് ശേഷം. ഖബറിലുള്ള ഒരാളോട് ഏതെങ്കിലും വലിയ അല്ലെങ്കിൽ ഒരു നബിയെ എഴുന്നേൽപ്പിച്ചിട്ട് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി പറയുക, റമളാനിൽ ഒരു ദിവസം ജീവിച്ചാൽ കൊള്ളാമായിരുന്നു. അന്ന് നഷ്ടബോധം ഉണ്ടാവും. അയാൾ ആലിമാവണമെന്നില്ല, അയാൾ കൂടുതൽ പഠിച്ച ആളാണോ എന്നൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, ഒരു റമളാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. രണ്ടാമത്തെ ആൾ, റമളാൻ്റെ മഹത്വം മനസ്സിലാവുന്നയാൾ, റമളാനിനെ കുറിച്ച് ഡീപ്പായി പഠിച്ച ആൾക്കാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു റമളാനിൻ്റെ പകലിലും രാത്രിയിലും ഒരു സെക്കൻഡ് ഉറങ്ങൂല. നമുക്കങ്ങനെ കഴിയൂല, എന്നാൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം, നല്ലതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു ക്വിസ് കോമ്പറ്റീഷൻ കുട്ടികൾക്ക് നടക്കുന്ന പരിസരത്ത് ഓഡിയൻസ് ആയിട്ട് പങ്കെടുത്താൽ ക്വിസ് മാസ്റ്ററിൻ്റെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 3, നമ്മൾ ഏറ്റവും കൂടുതൽ പകലിൽ ഉറങ്ങുന്ന മാസം ഏത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് റമളാൻ. രാത്രിയല്ല, പകലിനെ കുറിച്ചാണ് പറയണത്. എന്തിനാണ് നമുക്ക് റമളാൻ തന്നത് എന്നറിയാതെ റമളാൻ നമ്മൾ കൈകാര്യം ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ റമളാൻ 10 കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു വലിയൊരു ഭാഗം ഇനിയും ബാക്കിയുണ്ട് എന്നതുകൊണ്ടാണ് ഈ വിഷയം ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. നിങ്ങളെ നിരാശപ്പെടുത്താനല്ല, നമുക്കിനിയും മുതലാക്കണം എന്നതുകൊണ്ടാണ്. റമളാൻ എന്ന പദത്തിന് പ്രധാനമായും 2 അർത്ഥങ്ങൾ ഉണ്ട്. ഒന്ന്, പുതുമഴ. ആദ്യമായി ഭൂമിയിലേക്ക് കുറേ കാലത്തിന് ശേഷം പെയ്യുന്ന മഴ. ആ മഴ വരലോടുകൂടി ഇൻ്റർലോക്കിലും മുറ്റത്തൊക്കെ ഉള്ള ചെളിയൊക്കെ പോകും, ചപ്പ് ചവറുകളൊക്കെ നീങ്ങിപ്പോകും. എന്നതുപോലെ നമ്മൾ ആകപ്പാടെ ശുദ്ധിയാവാനാണ് റമളാൻ അള്ളാഹു നമുക്ക് നൽകുന്നത്. മറ്റൊരർത്ഥം കൂടിയുണ്ട് റമളാനിന്, കരിച്ചു കളയുക എന്നതുകൂടി അർത്ഥമുണ്ട്. കിബറും റിയാവും ഉജുബും ഉൾനാട്യവും എല്ലാ വൃത്തികെട്ട സ്വഭാവവും കരിച്ചു കളയാനുള്ള ഒരവസരമാണ് റമളാൻ. അത്യാദിയുള്ള മുഴുവൻ കൊഴുപ്പുകളും നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകണം. ഞാൻ എന്ന ചിന്ത, ഹത്തിം സ്വനമക്ക വകുൻ ഇൻദ നഫ്സിക സഗീറ, ഇസ്ലാമിൻ്റെ തിയറി. എന്ത്? ഹത്തിം സ്വനമക്ക, നിന്റെ ഉള്ളിൽ നീ തന്നെ പൂജിക്കുന്ന ഞാൻ എന്നൊരു ബിംബമുണ്ടല്ലോ, അതിനെ നീ പൊളിച്ചു കളയൂ. എന്നിട്ട് വകുൻ ഇൻദ നഫ്സിക സഗീറ, നീ നിന്റെ അടുത്ത് ഏറ്റവും ചെറിയ ആളാവും. ബാക്കിയുള്ള ആൾ എന്തെന്നുള്ളത് നീ നോക്കാൻ തന്നെ വേണ്ട, നീ നിന്റെ അടുത്ത് ഏറ്റവും ചെറിയ ആളാവും. നോട്ടീസിൽ എൻ്റെ പേരില്ല, പേര് കൊടുത്തത് ആ ഹാജിയാരുടെ പേരിൻ്റെ താഴെയായി എന്ന ആശങ്കയാണ് ഇപ്പോഴും നമുക്കുള്ളതെങ്കിൽ എന്ത് റമളാൻ, എന്ത് ശഅബാൻ, എന്ത് ഹജ്ജ്, എന്ത് നോമ്പ്? ഉള്ളിലുള്ള ഞാനീയത്തെന്ന കൊഴുപ്പ് ഉരുകിത്തീരണം, അതൊക്കെ കരിഞ്ഞു പോകണം. ഇതാണ് റമളാനിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ. ഇതാണ് പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഈ കൊഴുപ്പുകൾ നീങ്ങിപ്പോകാതെ ഒരാളുടെ ജീവിതത്തിൽ ഇഖ്ലാസ് ഉണ്ടാവില്ല. അയാൾ ഏത് സംഭാവന ചെയ്യുമ്പോഴും, ഏത് പ്രഭാഷണം നടത്തുമ്പോഴും, ഏത് കാര്യം ചെയ്യുമ്പോഴും അയാളിൽ ഉണ്ടാവുക ഞാൻ എന്ന വ്യക്തിയെ ഹൈലൈറ്റ് ചെയ്യണം എന്നതായിരിക്കും. എങ്ങനെയുണ്ട് പരിപാടി? എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ത്രിദിന പ്രഭാഷണം? അടിപൊളിയായിരുന്നില്ലേ? ആരാ കൺവീനർ നോക്കണം എന്ന് പറഞ്ഞിട്ടാ ജനറൽ കൺവീനർ കോളനക്കുന്നതെങ്കിൽ തീർന്നു. അതാണ് ആദ്യമേ നമ്മൾ അറിയണം, റമളാൻ തന്നത് ഉള്ളിലുള്ള എല്ലാ വൃത്തികേടും കരിച്ചു കളയാനാണ്. എന്നോട് കല്യാണം പറഞ്ഞിട്ടില്ല, എന്നോട് വാട്സപ്പിൽ വോയിസ് അയച്ചിട്ടേ ഉള്ളൂ. കണ്ടോ, ഈ ഞാൻ ആരാണ് ശരിക്ക്? നമ്മൾ ആഖിറത്തിൽ നരകത്തിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം നമ്മളെ വിളിച്ചിരിക്കുന്നെങ്കിലും അങ്ങനെയല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്? ഇതൊക്കെ കരിഞ്ഞ് തീരണം.
റൂഹുൽ ബയാൻ എന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ കാണാം, ഒരാൾ സൂറത്തു ത്വാഹ പാരായണം ചെയ്യുകയാണ്. പാരായണം ചെയ്ത് അയാൾ കിടന്നുറങ്ങി, ഉറക്കം വന്നു. അപ്പോഴാണ് ഒരാളെ സ്വപ്നത്തിൽ കാണുന്നു. ആരെയാണോ സ്വപ്നത്തിൽ കണ്ടത് അയാളുടെ കയ്യിൽ ഒരു ഏടുണ്ട്. ആ ഏടിൽ സൂറത്തു ത്വാഹയാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ താഴെ 10 10 10 10 10 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സ്വപ്നം കണ്ട ആള് ചോദിച്ചു, നിങ്ങൾ ആരാ? മലക്കാണ്. ഇതെന്താ? ഏടാണ്. എന്തേട്? നിങ്ങൾ ഓതിയ സൂറത്തു ത്വാഹ രേഖപ്പെടുത്തിയ ഏടാണ്. അതിൻ്റെ താഴെ 10 10 എന്നുള്ളത് അത് ഓതിയതിൻ്റെ കൂലിയാണ്. പിന്നെ 2 വരിയുടെ താഴെ ബ്ലാങ്ക് ആണല്ലോ കാണുന്നത്, അവിടെ 10 ഒന്നും കാണുന്നില്ലല്ലോ. അത് നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തൂടെ ഒരാൾ നടന്നു പോകുന്നതായി നിങ്ങളുടെ ജനലിലൂടെ നിങ്ങൾക്ക് ആ നിഴൽ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഓതുകയാണെന്ന് അറിയിക്കാൻ കുറച്ച് ശബ്ദം കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ 2 വരി പോയിട്ടുണ്ട് എന്ന്. ആ 2 വരി പോയിട്ടുണ്ട് എന്ന്. ഇപ്പം നടക്കുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ബാക്കിയുള്ള ആളെ പുകഴ്ത്തുക. ഇതന്നെ പരിപാടി. ഒരാൾ പ്രസംഗത്തിന് ഒരു നാട്ടിൽ വന്നാൽ ഓരോ ഹാജിക്കന്മാരെ സംഘാടകർ പരിചയപ്പെടുത്തി, ഇയാളാണ് പള്ളിക്ക് 5 സെൻറ്റ് തന്നത്, ഇയാളാണ്. അപ്പം മറ്റേ ആളിങ്ങനെ അതെ ഞാൻ ഇതിപ്പോൾ അടുത്ത കാലത്ത് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. കാരണം മൂപ്പര് 5 സെൻറ്റ് പറഞ്ഞുകൊണ്ട് നിന്നിട്ടില്ലെങ്കിൽ അടുത്ത 5 സെൻറ്റ് കിട്ടൂല. അതാണ് അതിന് പ്രശ്നം. ആരെ ബോധിപ്പിക്കാനാണ് നമ്മളിതൊക്കെ ചെയ്യണത്? നമ്മൾ കേടുവരുത്തരുത്, ആരെയും കേടുവരുത്തരുത്. നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഉള്ളിലുള്ള അത്യാദിയുള്ള എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ അത് മുഴുവനും കരിച്ചു കളയാനാണ് റമദാൻ അള്ളാഹു തരുന്നത്. നിങ്ങൾ റമദാൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കി. ഇപ്പം റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹു വെച്ചൊരു സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾ പെരുന്നാൾ ആസ്വദിക്കുന്നു, പിറ്റേന്ന് 6 നോമ്പ്. അതിന് അള്ളാഹു ഈ 30 നോമ്പ് പോരെ, ഇതിനൊരു 6 നോമ്പ്. അത് അള്ളാഹു നിർബന്ധം ആക്കിയിട്ടുമില്ല, സുന്നത്തെ ആക്കിയിട്ടുള്ളൂ. അതിനാ അല്ല, നോമ്പ് നിനക്ക് 30 എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സുന്നത്തും ഫർളും ഒന്നും നീ നോക്കൂല, എടുക്കും. ഇല്ല അല്ലേ? അത് സുന്നത്തല്ലേ ഉള്ളൂ, എടുക്കൂലല്ലോ. അത് നോക്കാൻ തന്നെ അള്ളാഹു സെറ്റ് ചെയ്യണത്. ഇബ്നു റജബുൽ ഹംബലി തങ്ങളുടെ ലത്വാഇഫുൽ മആരിഫ് എന്ന കിതാബിൽ കാണാം, സവാബുൽ ഹസനത്തി അൽ ഹസനത്തു ബഅദഹ. ഒരാളുടെ ഒരു നന്മ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം തൊട്ട് ശേഷം അതേപോലത്തെ നന്മ അയാൾ വീണ്ടും ചെയ്യും. SSF കാലം സജീവമായിട്ട് നടത്തിയത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് SYS-ലും സജീവാവുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. SYS കാലം സജീവമായിട്ട് മൂപ്പര് നടത്തിയിട്ടുണ്ട് എങ്കിൽ മുസ്ലിം സമാജത്തിലും സജീവാവും. അല്ലാതെ എന്തല്ല SSF-ൻ്റെ ഒരു ടേസ്റ്റ് SYS-ൽ കിട്ടുന്നില്ല എന്നൊന്നും പറയരുത്. അതത് കാലത്ത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ടേയിരിക്കണം. എവിടെയാണോ ഖിദ്മത്തിന് അള്ളാഹു തൗഫീഖ് തരുന്നത് ആ തൗഫീഖ് നമ്മൾ ഉപയോഗിക്കണം. സവാബുൽ ഹസനത്തി അൽ ഹസനത്തു ബഅദഹ. ഒരാൾ ഒരു നന്മ ചെയ്തിട്ട് ആ നന്മ അള്ളാഹു സ്വീകരിച്ചാൽ അതിൻ്റെ അടയാളാണ് അൽ ഹസനത്തു ബഅദഹ. തൊട്ട് ശേഷം അയാൾക്ക് വീണ്ടും നന്മ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടും. റമദാൻ നോമ്പ് സ്വീകരിച്ചതിൻ്റെ അടയാളാണ് ശവ്വാൽ നോമ്പ് എടുക്കാനുള്ള തൗഫീഖ് ലഭിക്കും. ഹലാലായ സുഖം അനുഭവിക്കാൻ പറ്റിയ ഭാര്യ അടുത്തുണ്ട്, തൊട്ടപ്പുറത്ത് ഐസ്ക്രീം ഉണ്ട്, ജ്യൂസ് ഉണ്ട്. ഇതൊന്നും കുടിക്കാതെ അനുഭവിക്കാതെ 30 ദിവസം നിനക്ക് നിൽക്കാൻ പറ്റിയില്ലേ? പറ്റി. എന്നിട്ട് പിന്നെ റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ അന്യ പെണ്ണിനൊക്കെ നോക്കണത്? നിനക്ക് നന്നാവാൻ കഴിയുമെന്ന് ഞാൻ തന്നെ എനിക്ക് തെളിയിച്ചെന്നിട്ടില്ലേ 30 ദിവസം പട്ടിണി എടുത്തിട്ട്? ഇതാണ് ഈ റമദാൻ്റെ ലക്ഷ്യം എന്നുള്ള തിരിച്ചറിവ് നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോൾ ഒരാളുടെ ഹജ്ജ് സ്വീകരിച്ചാൽ അതിൻ്റെ അടയാളം എന്താ? ഹാജിക്ക് ആയതിനു ശേഷം ഹാജിക്ക് ആവുന്നതിന് മുമ്പുള്ള ജീവിതത്തേക്കാൾ അടിപൊളി ജീവിതമായിരിക്കും. ഹജ്ജ് 3 വിധത്തിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചിട്ട് പോയ ഹജ്ജാണെങ്കിൽ മൂപ്പര് ഹജ്ജ് ചെയ്തതിന് ശേഷം നേരത്തെ ഉള്ളതിനേക്കാൾ സ്വലാഹിയത്തുള്ള നന്മയുള്ള ജീവിതം ഉണ്ടാവും. ജിബ്രീൽ അലൈഹി സ്വലാം വിളിച്ചിട്ട് പോയതാണെങ്കിൽ ഹജ്ജിൻ്റെ ഇടയിലോ ഹജ്ജ് കഴിഞ്ഞിട്ടോ അയാൾ മരണപ്പെട്ട് ജന്നത്തുൽ ബഖയിലോ മുഅല്ലയിലോ അയാൾക്ക് ഖബറുണ്ടാവും. ഇനി ഇബ്ലീസ് വിളിച്ചിട്ടാണ് പോയതെങ്കിൽ പോയതിന് ശേഷമായിരിക്കും ഫിത്തിനയും ഫസാദും കൂടുതൽ. മക്കത്തിൽ തന്നെ ഫോൺ വിളിച്ചാൽ പറയും, ഞാൻ നാട്ടിൽ വരത്തിൻ്റെ കളി കാണിച്ചു തരാം. അപ്പം ഏത് നന്മ സ്വീകരിച്ചാലും അതിൻ്റെ അടയാളമാണ് തൊട്ട് ശേഷമുള്ള കാലം അയാൾക്ക് നന്മ കൂടുതൽ ചെയ്യാൻ കഴിയും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പം റമദാനിനെ കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലൗ യഅലമു ഉമ്മത്തി മാഫി റമളാൻ, റമളാനിലുള്ള മഹത്വം എൻ്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ഉമ്മത്ത് വിചാരിക്കും ഒരു വർഷം മുഴുവൻ റമളാനായാൽ മതി, നീ ഒരു മാസം പോരാ, വർഷം മുഴുവൻ റമളാൻ ആവണം എന്ന് കൊതിക്കുമായിരുന്നു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ കൊല്ലം മുഴുവൻ റമളാൻ ആവാൻ ആഗ്രഹമുള്ള? ലാസ്റ്റ് അവരെ കൊണ്ട് ദ്വാരപ്പിക്കാനാണ് ഉണ്ടോ? ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിലുണ്ട്, ലൗ യഅലമു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്ത്? മാഫി റമളാന, റമളാനിൻ്റെ മഹത്വം എൻ്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ഉമ്മത്ത് വിചാരിക്കും വർഷം മുഴുവനും റമളാൻ ആവണമായിരുന്നു. നമുക്കങ്ങനെ ആഗ്രഹമുണ്ടോ? വർഷം മുഴുവനായിട്ട് 29 നോമ്പായാൽ തന്നെ കുട്ടികൾ ഉസ്താദ്മാരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കല, ഉസ്താദ് നാളെ പെരുന്നാൾ ആവുമല്ലോ അല്ലേ ഉസ്താദ്, തമാശ കളിക്കല്ലേ ഉസ്താദ്, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കുന്നതാണ് പറയുന്നതിൻ്റെ അർത്ഥം. റമളാൻ വേഗം തീരണമെന്ന് വിചാരിച്ചാൽ ഈമാൻ അങ്ങ് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റമളാൻ എന്ന് പറഞ്ഞാൽ നിഅമത്തുൻ അളീമ, അല്ലാഹു തരുന്ന വലിയൊരു നിഅമത്തല്ലേ. അപ്പോൾ നമുക്ക് റമളാൻ്റെ മഹത്വം അറിയാത്തതുകൊണ്ടാണ്, നമുക്ക് റമളാൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് റമളാനിൽ എന്തിന് എന്ന ബോധ്യം നമുക്കില്ലാത്തത്.